സിഇഒ ആവട്ടെ അവളുടെ ഓരോ പ്രവൃത്തിയും ക്യാമറയിലൂടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളെ ക്യാമറയിൽ നിന്ന് കാണാതാവുന്നു. ക്യാമറയിൽ അവളെ കാണാത്തത് കൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോകാനൊരുങ്ങുന്ന സമയത്ത് പെൺകുട്ടിയാവട്ടെ അവന്റെ മുൻപിൽ തന്നെ വന്നിരിക്കുന്നു. അവളെ അവഗണിച്ച് അവൻ വീൽ ചെയർ മുന്നോട്ട് നീക്കിയെങ്കിലും പെൺകുട്ടിയാവട്ടെ ഉടനടി തന്നെ വീൽ ചെയറിന്റെ ബാറ്ററി ഊരി അവളുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. അവളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ സിഇഒ ആവട്ടെ അവൾക്ക് എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയുന്നുണ്ട്. പെൺകുട്ടി ഉടനടി തന്നെ അവന്റെ കാൽ അവളുടെ മടിയിലേക്ക് വെച്ച് മസാജ് ചെയ്യാൻ ഒരുങ്ങുന്നു. ഈ സമയത്ത് അവന്റെ കാലിലുള്ള മുറിവുകളുടെ പാടുകൾ കാണുമ്പോൾ തീർച്ചയായും അവൾ അതിനെ വെറുക്കുമെന്നാണ് കരുതിയിരുന്നത്. എന്നിരുന്നാലും ആ മുറിവുകൾ കണ്ട പെൺകുട്ടിക്ക് തീരെ വെറുപ്പ് അവനോട് തോന്നിയില്ല. പകരം ആ മുറിവുകൾ മൂലം അവന് വേദനിക്കുന്നുണ്ടോ എന്ന് മാത്രം ചോദിച്ചു. അവൾ സത്യസന്ധമായിട്ട് തന്നെ അവന്റെ കാലുകൾ നന്നായി മസാജ് ചെയ്തു കൊടുക്കുന്നു. അവളുടെ ഈ പ്രവൃത്തി മൂലം അവന്റെ മനസ്സും നന്നായി റിലാക്സ് ആവുന്നുണ്ട്. അതുമാത്രമല്ല അവന്റെ കാലുകളിലെ ഞരമ്പുകളും നന്നായി തന്നെ റിലാക്സ് ആവുന്നുണ്ട്. പെൺകുട്ടിയുടെ ഈ പ്രവൃത്തികളെല്ലാം സിഇഒയുടെ ഇളയ സഹോദരൻ സർവൈലൻസ് ക്യാമറ ഉപയോഗിച്ച് കാണുന്നുണ്ടായിരുന്നു. സിഇഒ ഒരു അനുസരണയുള്ള കുട്ടിയെ പോലെ അവൾക്ക് മസാജ് ചെയ്തു കൊടുക്കാൻ ഇരുന്നു കൊടുക്കുന്ന കണ്ടിട്ട് അവന്റെ സഹോദരന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു. ഉടനടി തന്നെ സിഇഒയുടെ സഹോദരനാവട്ടെ ആ പെൺകുട്ടിക്ക് $50,000 സമ്മാനമായി നൽകാൻ തീരുമാനിക്കുന്നു. $50,000 അവളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. ഈ സമയത്ത് സിഇഒയുടെ സഹോദരനാവട്ടെ അവൾക്ക് അടുത്ത ടാസ്ക് കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒന്നും ആയിരുന്നില്ല, അവനെ നല്ലപോലെ ഭക്ഷണം കഴിപ്പിക്കണമെന്നായിരുന്നു. പെൺകുട്ടിയാവട്ടെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ തന്നെ അവന് വേണ്ടി തയ്യാറാക്കുന്നു. എന്നിരുന്നാലും അവൻ അതിന് തൃപ്തനായിരുന്നില്ല. ആഹാരത്തെ അവഗണിച്ച് ഒരു തണുത്ത മട്ടിൽ തന്നെ അവനവിടെ നിന്ന് പോകുന്നുണ്ട്. അവന്റെ ഈ തണുത്ത മനോഭാവവും മുൻകോപവും മാറ്റാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയാവട്ടെ അവന് വൈകുന്നേരമായിട്ട് പോലും ഒരു തരത്തിലുള്ള ഭക്ഷണവും കഴിക്കാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അന്നേ ദിവസം ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആരെയും അറിയിക്കാതെ അവൻ രഹസ്യമായി അടുക്കളയിലേക്ക് വരുന്നു. അങ്ങനെ അവൻ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോഴാവട്ടെ പാകം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഫ്രൈഡ് റൈസിന്റെ ബൗള് അവന്റെ കയ്യിൽ കിട്ടുന്നു. വിശപ്പ് സഹിക്കാതാവുമ്പോൾ അവൻ എന്തായാലും അടുക്കളയിലേക്ക് വന്ന് ഭക്ഷണം എന്തെങ്കിലും തിരയുമെന്ന് അവൾക്കുറപ്പായിരുന്നു. പെൺകുട്ടി അവന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഭക്ഷണം പാകം ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നത്.